ഒരു ചോദ്യം എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം, കല്ലിട്ടതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞൊരു അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചാണ്. അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല, ഞാനതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മാർച്ച് 27-ാം തീയതി ഈ മണ്ണിൽ കല്ലിടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ട്രോളിങ്ങുകളെക്കുറിച്ച് ഓർത്താണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്, ഞാൻ പരസ്യമായി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കോൺഗ്രസ് വിലയ്ക്ക് മേടിച്ചു എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് കല്ലിട്ടതല്ലാതെ മറ്റൊരനക്കവും ഉണ്ടായിട്ടില്ല എന്ന ചോദ്യം വളരെ ഗൗരവമായി പൊതുസമൂഹത്തിനോട് മറുപടി പറയേണ്ടതാണ്. സർക്കാരിൻ്റെ പണം, സർക്കാരിൻ്റെ കയ്യിലുള്ള പണം ജനങ്ങൾ നൽകിയിട്ടുള്ള പണമാണ്. കോൺഗ്രസ് പിരിച്ചതും ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്, എല്ലാവരും പിരിച്ചതും ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഇവിടെ UDF തന്നെ ഭരിക്കുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഒരു പ്ലാനിൻ്റെ അപ്രൂവൽ കിട്ടാൻ മണിക്കൂറുകൾ മാത്രം മതി എന്നിരിക്കെ ആ പ്ലാനോ അപ്രൂവലോ എടുക്കാതെയാണ് കല്ലിട്ടിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. അത് ഗൗരവമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള UDF നേതാക്കന്മാർ പറഞ്ഞത് 4 മാസക്കാലം മുമ്പാണ് ഞങ്ങൾ ഈ പണി തുടങ്ങിയത് എന്നാണ്. അത് ആരുടെ കുറ്റമാണ്? ജനുവരി 1-ാം തീയതി എവിടെയാണ് ബഹുമാനപ്പെട്ട UDFൻ്റെ നേതാക്കന്മാർ ഇതാവശ്യപ്പെട്ട് ഭൂമി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുള്ളത് എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചാണെന്നൊരു സംസാരത്തെക്കുറിച്ച് പറഞ്ഞു. ആ സംസാരത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്ക് ശബ്ദം ഇത്തിരി കുറവായതുകൊണ്ട് ജനുവരി 1-ാം തീയതിയാണെന്നാണ് എൻ്റെ ധാരണ. ജനുവരി 1-ാം തീയതി യോഗം ചേരുന്നതിന് മുമ്പ് 11:30 മണിക്ക് ചേംബറിൽ വെച്ച് നടത്തിയ സംസാരത്തിൽ മുഖ്യമന്ത്രിക്ക് ശബ്ദത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് എന്നോട് വിശദീകരിക്കാനാണ് പറഞ്ഞത്. ഞാനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഉപനേതാവിനോടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെ കാര്യങ്ങൾ വിശദീകരിച്ചത്. ജനുവരി 1-ാം തീയതി ചേർന്ന യോഗത്തിൽ ഒറ്റ സ്ഥലത്തായിരിക്കും വീട് പണിയുന്നതെന്ന് നിശ്ചയിച്ചു. അവിടെ ലീഗ് ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ സംശയം പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉപനേതാവ് ഉൾപ്പെടെ ആളുകൾ സംശയം പറഞ്ഞു. ഒരു പോർഷൻ മാത്രമായി ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളവിടെ പണിയട്ടെ. വളരെ കൃത്യമാക്കിയ ആ യോഗം, മുഖ്യമന്ത്രിയല്ല, ആ യോഗം ചർച്ചയ്ക്ക് വെച്ച് ഒറ്റ ഏജൻസി മതി, ഒറ്റ ഏജൻസി പണിയുന്നതായിരിക്കും നല്ലത്. പണിയുന്ന വീടുകളുടെ പുറത്ത് പേരെഴുതി വയ്ക്കാമോ എന്ന ചോദ്യം ചില കേന്ദ്രങ്ങളിൽ നിന്നുന്നയിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കൊരു പൊതുവായ ബോർഡ് വയ്ക്കാം, അതിൽ ഓരോരുത്തരും നൽകിയ വീടുകൾ എത്ര എന്നുള്ളത് നമുക്ക് എഴുതി രേഖപ്പെടുത്താം എന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ടുള്ള മിനിറ്റ്സ് പുറത്തിറക്കിയിട്ടുണ്ട്. മാർച്ച് 27-ാം തീയതി ഇവിടെ തറക്കല്ലിടുമ്പോൾ ലീഗ് സ്ഥലം മേടിച്ചു കഴിഞ്ഞു. ലീഗ് ഇതിനോടൊപ്പം ചേരാം എന്നാണ് പറഞ്ഞത്. പിന്നീട് ലീഗ് ഞങ്ങളോട് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് മറ്റു നിവൃത്തിയില്ല, ഞങ്ങൾ സ്ഥലം മേടിച്ചു. അവരത് എനിക്ക് തോന്നുന്നു ആ യോഗത്തിൽ തന്നെ വെളിപ്പെടുത്തി. അപ്പോഴും UDF നേതാക്കൾ തെറ്റിദ്ധരിച്ചോ? ലീഗിന് മാത്രമേ സ്ഥലം കൊടുക്കാതുള്ളൂ, കോൺഗ്രസിന് കൊടുക്കുമെന്ന് അവർ തെറ്റിദ്ധരിച്ചോ? എനിക്കറിയില്ല. സർക്കാർ തന്നെ വില കൊടുത്ത് മേടിച്ച ഭൂമിയാണ് ഇവിടെ. സർക്കാരിൻ്റെ കയ്യിൽ റവന്യൂ ഭൂമിയില്ല, പിന്നെ എങ്ങനെയാണ് ആർക്കെങ്കിലും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുക? ഭൂമി മേടിച്ച് 10 ദിവസത്തിനുള്ളിൽ അവിടെ പണി ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് പണി ആരംഭിക്കാനുള്ള പണമില്ല എന്ന് പറയുന്നവർ ഏകപക്ഷീയമായി ഇവിടെ വരുന്ന ചില വാർത്തകളുടെ പിന്നാലെ പോകുന്നത് യാഥാർത്ഥ്യമറിയാതെയാണ് എന്ന് ബോധ്യപ്പെടണം. ഇതിനൊക്കെ ജനങ്ങൾ പറയേണ്ട മറുപടി ജനങ്ങൾ പറയും എന്ന് മാത്രമേ ആ ഘട്ടത്തിൽ അതിനുള്ള ചോദ്യമായി എനിക്ക് പറയാനുള്ളൂ. ഡേറ്റുകൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് അതൊരു പ്രതിസന്ധിയല്ലേ? അതാണ് ദുരന്തബാധിതർ ചോദിക്കുന്ന ചോദ്യം. ഒരു പ്രതിസന്ധിയും ആ കാര്യത്തിലില്ല സുർജിത്തെ, അതൊരു പ്രതീക്ഷയാണ്. സ്വാഭാവികമായിട്ടും ഊരാളുങ്കൽ 15-നകം വീട് കൈമാറാം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ത് പറയണം? മെയ് 15-ന് കൈമാറാൻ പറ്റൂ എന്ന് പറയണോ? ഏപ്രിൽ 15-നകം വീടുകൾ കൈമാറാം എന്നവർ പറഞ്ഞത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ അവരോട് പറഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്നലെ നമ്മളൊരു വീട് കൂടലിന് കൂടിയല്ലോ, ഇന്നലെ നമ്മളെല്ലാവരും വയനാട്ടുകാർ. ആ വീട് തീർക്കാൻ എന്നാ ഉദ്ദേശിച്ചിരുന്നത്? അത് നമ്മുടെ പ്രസ് ക്ലബ് സെക്രട്ടറിയോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട് പണിയിൽ ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടാവുക ശരിയാണ്. ഒരാൾ സ്വകാര്യമായി പണിയുന്നത് പോലെയാണോ ഇത് പണിയുന്നതെന്ന് ചോദിച്ചാലല്ല. പക്ഷേ ഈ ത്രികക്ഷി കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസി പറഞ്ഞ ഡേറ്റാണ് ഇവിടെ പറഞ്ഞത്. ഒരു 15 ദിവസം കൂടി അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി. കൂടിയാൽ ഒരു 10 ദിവസം കൂടി ഞങ്ങൾ കൂട്ടുന്നു. അവർ പറഞ്ഞ ഡേറ്റിൽ തന്നില്ലെങ്കിലോ എന്ന പേടിയിൽ ഒരു 10 ദിവസം കൂടി ഞങ്ങൾ കൂട്ടിയാലും ഇത്തിരി ദിവസങ്ങൾ അതിന് വൈകിയിരിക്കുന്നു. അതിൻ്റെ കാരണം ഈ ബംഗാളിലെയും പിന്നെ അസമിലെയും കേരളത്തിലെയും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ കുഴപ്പങ്ങളാണ്. ഈ 102 വീടുകൾ ഇന്നേക്ക് പൂർത്തിയാക്കിയത് കിഫ്കോണുമായി രാവിലെ ഞാൻ ആലോചിച്ചു. 3 ദിവസം കൊണ്ട് അവർ അത് വെരിഫൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന 76 വീടുകൾ പൂർത്തീകരിച്ച ഉടനെ തന്നെ 3 ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. FTR ആണ് റോഡുകൾ പണിയുന്നത്. അതുകൊണ്ട് നാളെ വേണമെങ്കിൽ താമസിക്കാം എന്ന് ഞങ്ങൾ പറയാത്തത് അതിൻ്റെ പൊടി ധാരാളമായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ദിവസക്കാലം കൂടി കാത്തിരിക്കുകയായിരിക്കും അക്കാര്യത്തിൽ നല്ലത്. ദുരന്തബാധിതരോടും പ്രത്യേകിച്ച് ഫസ്റ്റ് ലിസ്റ്റിൽപ്പെട്ട ഈ വീട് കൊടുക്കാമെന്ന് പറഞ്ഞവരോടുമുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന്
ഒരു നിലവാരത്തിലും കേരളം പിൻവലിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളാരും കൊട്ടി ആഘോഷിക്കപ്പെടുന്നതല്ല. ഇത് കേരളത്തിൻ്റെ ഒരവകാശമാണ്. ലോകത്തെവിടെയും ഇല്ലാത്ത, ഇന്ത്യയിലെവിടെയും ഇല്ലാത്ത ഒരു ലോക മാതൃകയാണ് നമ്മൾ കൈവരിച്ചത് എന്നുള്ളത് മലയാളിക്ക് ആകെ അംഗീകരിക്കാവുന്ന ഒന്നാണ് എന്നുകൂടി ഞാനിവിടെ പറഞ്ഞു വയ്ക്കുക.